ഫേഷ്യൽ യോഗ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഫേസ് ഓയിലി ആക്കണം. ഓയിലിയോ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറോ എടുത്ത് സ്കിന്നിൽ പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫുള്ള് നെക്കിലും ബാക്ക് നെക്കിൽ, നെറ്റിയിൽ, കണ്ണിന് താഴെ എല്ലാം അപ്ലൈ ചെയ്യുക. ഞാനിവിടെ എടുത്തേക്കുന്നത് നിയാസിനമൈഡിൻ്റെ സിറമാണ്. അതെല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഫേഷ്യൽ എക്സസൈസ് ചെയ്താൽ മതി. നിങ്ങൾക്കെല്ലാവർക്കും ഫേഷ്യൽ യോഗയുടെ ഗുണങ്ങൾ അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യുകയാണ്. നമ്മൾ ഈ ഫേഷ്യൽ യോഗ ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിൻ ടോൺ തന്നെ മാറും. സ്കിൻ ടോൺ മാറാനും ഒരു ബ്രൈറ്റ്നസ്, ഒരു ഗ്ലോയിങ് സ്കിന്ന് ആകാനും ഫേഷ്യൽ യോഗ ചെയ്യുന്നത് നല്ലതാണ്. റെഗുലറായിട്ട് ഫേഷ്യൽ യോഗ ചെയ്ത് നമ്മൾ ഫേഷ്യൽ മസിൽസിനെ ഒന്ന് സ്ട്രോങ് ആക്കുക, ബ്ലഡ് സർക്കുലേഷൻ കൂടുകയൊക്കെ ചെയ്യും. അതുവഴി റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഇതൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഫേഷ്യൽ യോഗ ചെയ്യുന്നത് വഴി നമുക്കൊരു റിലാക്സേഷൻ കിട്ടും, ഒരു മൈൻഡ് ഒരു സ്ട്രെസ് ഫ്രീ ആകും. അങ്ങനെ പല പല ഗുണങ്ങളും ഇതിനുണ്ട്. നമുക്ക് കണ്ണിൻ്റെ താഴെയുള്ള അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസിന് ഫേഷ്യൽ യോഗ ചെയ്യുന്നതും നല്ലതാണ്. പിന്നെ പിരികം വളരാൻ, അതിനെല്ലാം ഞാൻ ആ കാണിക്കുന്ന പോലെ പിരികത്തിൻ്റെ അവിടെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പിരികം നന്നായിട്ട് കട്ടിയായിട്ട് വളരും. എല്ലാം ഓരോ പോർഷനിലും നമുക്കത് ചെയ്തു കൊടുക്കാം. കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും ഈ ഫേഷ്യൽ യോഗ വളരെ ഫലപ്രദമാണ്. പിരികം നമ്മൾ മുകളിലോട്ട് ജസ്റ്റ് തള്ളവിരൽ വെച്ച് ഹൈറ്റ് ഒന്ന് ചെറുതാക്കി പൊക്കി കൊടുത്തിട്ട് ചെറിയ പ്രഷർ, നമ്മൾ ഒത്തിരി പ്രഷർ കൊടുക്കരുത്. കണ്ണിൻ്റെ ചുറ്റിനും നമ്മൾ അധികം പ്രഷർ കൊടുക്കാതെ പതുക്കെ പതുക്കെ ചെയ്യുക. ഇത് ഡെയിലി 1 ടൈം ചെയ്താലും മതിയാവും. 2 ടൈംസ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലത്. രാവിലെയും വൈകിട്ടും ചെയ്യാം, അല്ലെങ്കിൽ രാത്രി മാത്രം. കണ്ണിന് ചുറ്റിനും നമ്മൾ ഒട്ടും പ്രഷർ കൊടുക്കരുത്. ജസ്റ്റ് ഒരു റിലാക്സേഷന് വേണ്ടി മാത്രം ചെയ്യുക. എന്നിട്ട് അവിടെ നമുക്ക് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതും നമുക്ക് കണ്ണിൻ്റെ താഴത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഡാർക്ക് സർക്കിൾസ് മാറാനും വളരെ നല്ലതാണ്. ഇത് നമ്മുടെ മൗത്തിൻ്റെ സൈഡിലുള്ള ഒരു ഫൈൻ ലൈൻസ് മാറാൻ വേണ്ടി ഉള്ള ഫേഷ്യൽ യോഗയാണ്. ഞാനിപ്പം ഈ ഫേഷ്യൽ യോഗ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 6 months ആയിട്ടുണ്ട്. എനിക്ക് നല്ല റിസൾട്ടാണ്. മൗത്തിൻ്റെ സൈഡിലുള്ള ഫൈൻ ലൈൻസ്, മൗത്തിൻ്റെ ചുറ്റിനും ഒരു ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. സ്കിന്നിൻ്റെ ടെക്സ്ചറും മാറി.
ചെയ്തു. ഒരു 1 വീക്കിനൊന്നും മാറ്റം പ്രതീക്ഷിക്കേണ്ട. ഒരു 1 മന്തിൽ നമുക്ക് റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ റെഗുലറായിട്ട് ചെയ്യുന്ന വഴി നല്ല റിസൾട്ടായിരിക്കും. ആൻറ്റി ഏജിങ് ആണ് ഇതെല്ലാം. ഫേഷ്യൽ യോഗ ചെയ്യുന്നത് വഴി നമുക്ക് ആൻറ്റി ഏജിങ് സ്കിന്ന് കിട്ടും. കഴുത്തിൻ്റെ മസിൽസ് എല്ലാം നമുക്ക് സ്ട്രോങ് ആക്കി വെക്കുന്ന വഴി നമുക്ക് ഈ പെടലി വേദനയൊക്കെ നമുക്കൊരു പരിധി വരെ മാറ്റാവുന്നതാണ്. കഴുത്തിൻ്റെ പുറകിലും നമുക്ക് ചെറുതായിട്ട് ജെൻറ്റലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിലീഫ് ഫീൽ ചെയ്യുന്നു. നമ്മൾ കഴുത്ത് ചേരിച്ച് പിടിക്കുമ്പോൾ നമുക്കൊരു മസിൽ താഴോട്ട് പോയിരിക്കുന്നുണ്ട്. അതിൽ ജസ്റ്റ് ജെൻറ്റലായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. വളരെ സോഫ്റ്റായിട്ട് വേണം പ്രസ് ചെയ്ത് കൊടുക്കാൻ. ചെവിയുടെ മുന്നിലും പിന്നിലുമായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഇരുന്ന് ചെയ്യാൻ സമയമില്ലാത്തവർക്ക് രാവിലെ നമ്മൾ മുഖം കഴുകുമ്പോൾ വാഷ് ചെയ്യുമ്പം ജസ്റ്റ് ഒന്ന് കവിളിലും ഈ ചെവിയിലും ഒക്കെ ഒന്ന് മസാജ്, ആ വെള്ളത്തോടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താലും മതി. അത് പക്ഷേ ഡെയിലി ചെയ്യാൻ നോക്കുക. ഒരു 1 മിനിറ്റ് സമയമെങ്കിലും എടുത്ത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. ഇയർ ബാലൻസിങ്ങിൻ്റെ പ്രശ്നമുള്ളവർ ഈ ചെയ്യുന്നത് ചെയ്യണമെന്നില്ല.
ബ്ലഡ് സർക്കുലേഷൻ ഗുണം